ഡിബേറ്റ് വിത്ത് മാധു സജി. രാജ്യത്ത് പാസാക്കിയ ഒരു വനിതാ സംവരണ നിയമം 33% സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഒന്ന് പ്രാബല്യത്തിലാകാതെ ഭരണത്ത് പൊടിപിടിച്ച് കിടക്കുമ്പോഴാണ് പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പും 15 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടന്നത്. വനിതാ ശാക്തീകരണ പോരാളികൾ ആരും പേരിന് പോലും 7 അയലത്ത് വരുന്ന ഒരു പ്രാതിനിധ്യം നൽകിയില്ല പട്ടികയിൽ. ഭേദഗതി ബിൽ പാർലമെന്റിൽ വോട്ടുകാത്തു കിടക്കുമ്പോൾ ദാ വരുന്നു വിജ്ഞാപനം. വോട്ടിനിട്ട് തോറ്റ ബിൽ പ്രതിപക്ഷത്തിനെതിരെ വജ്രായുധമാക്കാൻ പടയൊരുക്കുകയാണ് BJP. പ്രതിപക്ഷത്തിന്റെ സ്ത്രീ വിരുദ്ധത തുറന്നു കാട്ടുമെന്ന് പ്രഖ്യാപനം. സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വിളിച്ചു പറയുമെന്ന് പ്രതിപക്ഷം. 8:30 രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി എന്തു പറയും? പ്രതിപക്ഷം എങ്ങനെ പ്രതിരോധിക്കും? ശ്രീ P. സന്തോഷ് കുമാർ MP, അഡ്വക്കേറ്റ് ഷിബു മിരാൻ, ശ്രീ AK അനുരാജ് വാർത്താ നിരീക്ഷകൻ, അഡ്വക്കേറ്റ് MR അഭിലാഷ് അഭിഭാഷകൻ എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നത്. ശ്രീ സന്തോഷ് കുമാർ, 8:30 പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഇപ്പോൾ ദേശീയ തലത്തിൽ വരുന്ന നിഗമനങ്ങളും നിരീക്ഷണങ്ങളുമെല്ലാം പ്രതിപക്ഷത്തിനെതിരെ രാജ്യവ്യാപകമായൊരു പ്രതിഷേധം ലോഞ്ച് ചെയ്യപ്പെടാൻ പോവുകയാണ് സ്ത്രീ വിരുദ്ധത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നാണ്. പ്രതിപക്ഷം എങ്ങനെ പ്രതിരോധിക്കും? അല്ല, നമ്മുടെ പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യാനും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അറിയിക്കാനും ഒക്കെയുള്ള എല്ലാ അവകാശമുണ്ട്. പിന്നെ ഒരു പാർട്ടിയുമുള്ള നിലയിൽ BJP രാജ്യവ്യാപകമായിട്ടോ അല്ലാതെയോ ഒക്കെ ആകാവുന്നത്ര ക്യാമ്പയിൻ നടക്കട്ടെ. അതൊക്കെ അതിന്റെ വഴിയിൽ നടന്നുകൊള്ളും. ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഏറ്റവും ശരിയായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാഗം വിശദീകരിക്കും. എന്താണ് ഞങ്ങളുടെ ഭാഗം? നമ്മൾ ഇവിടെയുള്ള പാനലിസ്റ്റുകളെല്ലാം തന്നെ വളരെ പ്രഗത്ഭരും മുൻപും ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെയാണ്. അതുകൊണ്ട് ഞാനിതിന്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ഇതിന്റെ ഒരു സംക്ഷിപ്തമായ കാര്യം മാത്രം പറഞ്ഞാൽ 2023 സെപ്റ്റംബർ മാസം 20-ാം തീയതി 454 അംഗങ്ങളിൽ ലോക്സഭയിൽ പിന്തുണച്ച് 2 പേർ എതിർത്തു പാസാക്കി. തൊട്ടടുത്ത ദിവസം രാജ്യസഭയിൽ 214 പേർ, ഞാൻ ഉൾപ്പെടെ ഒരാൾ പോലും എതിർക്കാതെ പാസാക്കിയ ഒരു ബില്ല്. അത് പിന്നീട് സെപ്റ്റംബർ 28 ആ വർഷം രാഷ്ട്രപതി ഒപ്പുവെച്ചപ്പോൾ ആക്ടായിട്ട് മാറി. പിന്നീട് അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പാസാക്കിയ ഒരു നിയമം, ആ നിയമം പാസാക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. അതാണ് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന കാര്യം. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഇതിനോട് നമ്മൾ ഒരു കണ്ടീഷണാലിറ്റീസും അറ്റാച്ച് ചെയ്യാൻ പാടില്ല. എന്താണ് അറ്റാച്ച് ചെയ്തിരുന്ന കണ്ടീഷണാലിറ്റീസ്? 1 സെൻസസ്, 2 ഡീലിമിറ്റേഷൻ. അത് പാടില്ല എന്ന് ഞങ്ങൾ അന്ന് ആവർത്തിച്ച് പറഞ്ഞു. അമ്മത് കേട്ടില്ല. ഇനി ഇപ്പൊ നോക്കൂ, ലേറ്റസ്റ്റ് 107-ാം ഈ ബില്ലായിട്ട് ഈ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ നമ്മളെല്ലാവരുടെയും കയ്യിലുണ്ട്. പ്രത്യേകിച്ചിട്ട് ഇത് നന്നായി പഠിക്കുന്നവരാണല്ലോ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസിനകത്ത് 6-ാമതായിട്ട് പറഞ്ഞ കാര്യം നോക്കൂ. ഇവരുടെ പൊള്ളത്തരം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അത് മാത്രം മതി. 6, the next census and the consequential delimitation exercise thereafter will take considerable time and thus delay the effective and dedicated participation of women in our democratic polity. എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അതിന്റെ ഒരു ആംഗലേയം അധികം വിശദീകരിക്കേണ്ടതല്ലോ. എന്ന് പറഞ്ഞാൽ 2.5 വർഷത്തിന് ശേഷം ഇവർക്ക് ബോധം വന്നിരിക്കുകയാണ്, അല്ലെ ഒരു 940 ദിവസത്തിന് ശേഷം അവർക്കൊരു ബോധം വന്നിരിക്കുകയാണ് സെൻസസുമായും ഇതുമായും അറ്റാച്ച് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറയുന്നത്. അപ്പൊ എത്ര റിഡിക്കുലസ് ആണ് ഇവരുടെ സമീപനം നോക്കൂ. 2023 ഞങ്ങൾ എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് ഇതിനെ ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പാടില്ല. വളരെ സിമ്പിളാണ്. 543-ൽ 181 സീറ്റുകൾ വനിതകൾക്കായി മാറ്റിവെക്കുക. അതൊരു ഔദാര്യമല്ല, അത് ചരിത്രപരമായ അവകാശമാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കകത്ത് പോലും അതിനോട് എതിർപ്പുണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്ന് 3 തവണ അത് ലോക്സഭയിൽ പരാജയപ്പെട്ടു, 1 തവണ അത് രാജ്യസഭയിൽ പാസാക്കി എടുത്തു. അതെല്ലാം നമുക്ക് അറിയാവുന്ന ചരിത്രമാണ്. ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ചെയ്യണം. അതിന് ഞങ്ങൾ പൂർണ്ണ സമ്മതാണെന്ന് പറഞ്ഞു. ആ പൂർണ്ണ സമ്മതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മോഡി ഗവൺമെന്റിന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ പ്രതിപക്ഷം പൂർണ്ണമായും സഹകരിച്ച ഒരു കാര്യമാണത്. അപ്പൊ അതിൽ നിന്ന് മാറി അത് അവിടെ അങ്ങനെ ചെയ്യാതെ ഒരു കണ്ടീഷൻ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പോഴ് 940 ദിവസത്തിന് ശേഷം ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി. അത് നേരത്തെ അവതാരിക ഇടക്കെടുത്ത് പറയുകയും ചെയ്തു. നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു. ഇതിനിടയിൽ ഇവര് ഒരു ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതിയെ അല്ല, യഥാർത്ഥത്തിൽ അതിന്റെ ഒപ്പം തന്നെ ഡീലിമിറ്റേഷന്റെ ഒരു കാര്യം കൊണ്ടുവന്നു. അതിന്റെ 8-9 ക്ലോസസ് എന്നൊക്കെ പറയുന്നത് വളരെ വലിയ അപകടം പിടിച്ച ക്ലോസുകളാണ്. നമ്മൾ ചർച്ച തുടരുമ്പോൾ ഞാൻ ആ ഭാഗം വിശദീകരിക്കുക, കാരണം മറ്റ് പാനലിസ്റ്റിലും കൂടെ പറയുന്നത് കേൾക്കണമല്ലോ. അപ്പൊ ചുരുക്കത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഞാൻ പ്രതിപക്ഷം അല്ലെങ്കിൽ CPI എന്ന് ഒക്കെ ആ നിലയിൽ പറയുമ്പോൾ വളരെ കൃത്യമായ വസ്തുതകൾ
നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങളതിന് പൂർണ്ണമായ സമ്മതം കൊടുത്തു. ശരി. എല്ലാവരും സമ്മതിച്ച ഒരു കാര്യത്തെ ഒരു വിവാദ വിഷയമാക്കി മാറ്റി, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതുകൂടെ നമ്മൾ നോക്കണം. നോക്ക്, ഈ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഇത് ഏതാണ്ട് ഈ മെയ് 4-ന് മുൻപ് ഇത് എന്തുകൊണ്ടെങ്കിലും അങ്ങ് നടത്തിയെടുത്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ വേണ്ടേ? അങ്ങനെ പലരും ആക്റ്റീവായി ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായ ഒരു സമ്മേളനം വിളിച്ചു ചേർത്ത് പരാജയപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ട് ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് പോലും വിളിച്ചു ചേർത്ത് അതിനെന്തെങ്കിലും ഒരു കൺസെൻസ് ഉണ്ടാക്കാൻ ശ്രമം നടത്താതെ അവസാനം ഇപ്പൊ വന്നിട്ട് ഒരു പ്രധാനമന്ത്രി പ്രസംഗിക്കട്ടെ 8:30, അതിനുശേഷം ഞങ്ങൾക്ക് പ്രതികരിക്കും. അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. അതിനകത്ത് ഞങ്ങൾക്ക് ആശങ്കയില്ല. പക്ഷേ രാജ്യം വസ്തുതകൾ അറിയും. ഞാൻ അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ ഘട്ടത്തിൽ ഡീലിമിറ്റേഷൻ ബില്ല് പരാജയപ്പെട്ടു. വനിതാ സംവരണത്തിനെ നോട്ടിഫൈ ചെയ്യാൻ ഈ സമയത്ത് ഞങ്ങൾക്ക് സാധിപ്പിച്ചു. 940 ദിവസത്തിന് ശേഷം ഏപ്രിൽ മാസം 16-ാം തീയതി രാത്രി 9:55-ന് അത് നോട്ടിഫൈ ചെയ്തു. അത് പ്രതിപക്ഷത്തിന്റെ വിജയമാണ്. ശരി. ശ്രീ എ കെ രാജ, ഈ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നത് എന്തിനാണ്? ഈ ഭേദഗതി ബിൽ പാർലമെന്റിൽ കൊണ്ടുവന്നത് പാസ്സാക്കാനാണോ അതോ പാർലമെന്റിൽ വായിച്ചു കേൾപ്പിക്കാനാണോ? അല്ല, ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ലല്ലോ. പ്രത്യേക ഒരു സെഷൻ വിളിക്കുന്നു, എന്നിട്ട് ബില്ല് ചർച്ച ചെയ്യുന്നു. നമ്മള് വായിച്ച് അവതരിപ്പിക്കുക മാത്രമൊന്നുമല്ല, വളരെയധികം സമയം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ബില്ലിന്റെ വില. അതുപോലെ തന്നെ ഇപ്പം രാഹുൽ ഗാന്ധിയൊക്കെ കുറെ 50 മിനിറ്റോ മറ്റോ പ്രസംഗിച്ചില്ലേ. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇവരൊക്കെ പാർലമെന്റേറിയൻസ് ആണ്. അപ്പോൾ ചർച്ചകൾ ഉണ്ടാവണം. അപ്പോൾ ചർച്ചകൾ നടന്നിട്ട് എന്താണ്, നിയമപ്രകാരമുള്ള വോട്ടിംഗ് നടന്നു. ആ വോട്ടിംഗിൽ ബില്ല് പരാജയപ്പെട്ടു. ഇതാണ് ബില്ലിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അല്ല, ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വോട്ടിങ്ങിന് മുൻപ് തന്നെ ഒരു ബില്ല് കൊണ്ടുവരുന്നത്, അതിൽ ചർച്ച നടന്ന് ശരിയായിരിക്കാം, ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. ആ ബില്ല് അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിൽ ചർച്ചകൾ നടക്കുന്നു, ആശയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു. സ്വാഭാവികമായും വോട്ടിനിട്ടാലേ അത് തോൽക്കുമോ ജയിക്കുമോ പാസ്സാകുമോ ഇല്ലയോ എന്ന് മനസ്സിലാവുകയുള്ളൂ, സ്വാഭാവികമായി അല്ലേ? പക്ഷെ അതിന് സമാന്തരമായി പോയ സംവരണ ബില്ല് അത് വിജ്ഞാപനം ചെയ്യുകയാണ്. അതിൽ ഒരു ഔചിത്യക്കുറവില്ലേ? പാർലമെന്റിനെ അക്ഷരാർത്ഥത്തിൽ നോക്കുകുത്തിയാക്കുകയായിരുന്നില്ലേ? അതെങ്ങനെയാണ് പാർലമെന്റ് പാസ്സാക്കിയ ബില്ലല്ലേ ഇത്? പാർലമെന്റിനെ നോക്കുകുത്തിയാക്കുന്ന സാഹചര്യം അങ്ങനെയല്ല. അതായത് ഇതിപ്പോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഈ നടപ്പാക്കുന്നത് 2034 അടുത്ത സെൻസസിന് ശേഷമാകുന്ന സാഹചര്യം ഒഴിവാക്കുക, അത് അല്ലെങ്കിൽ 34 പോകും. ആ സാഹചര്യത്തിലാണ് ഇപ്പൊ ചെയ്യുക എന്നുള്ളത് പറഞ്ഞത്. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ നമ്മുടെ ഈ ഡീലിമിറ്റേഷൻ വരുന്നത്. അപ്പൊ അത് അടുത്ത സെൻസസിന് ശേഷം, ഡീലിമിറ്റേഷന് ശേഷം അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ വ്യവസ്ഥയുള്ളത്. അപ്പൊ അത് പാലിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത താമസിക്കുക 2033-34 വരെ പോകും. അത് പോകുന്ന ഒഴിവാക്കുക, നേരത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് സത്യത്തിൽ ഈ ബില്ല് കൊണ്ട് നമുക്കുണ്ടാവുന്ന നേട്ടം. ഈ നാരീശക്തി വന്ദൻ അധിനിയം 2023 പര്യാപ്തമല്ല എന്ന രാഷ്ട്രീയ ബോധ്യത്തിന്മേലാണല്ലോ ഇപ്പോൾ ഈ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നത്. പിന്നെ അത് വോട്ടിനിട്ട് അത് പാസ്സാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സാങ്കേതികമായ ഒരു തീരുമാനം വരുന്നത് കാക്കാതെ ഈ വിജ്ഞാപനം പുറത്തിറക്കിയത് എന്തിനാണ്? അതിന്റെ ലോജിക് ഒന്ന് പറഞ്ഞു തരാമോ അങ്ങേക്ക് മനസ്സിലായ രീതിയിൽ? അല്ല, അതിപ്പോ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് കാര്യങ്ങൾ അറിയുമല്ലോ. നമ്മളിപ്പം പുറത്തു നിൽക്കുന്നവര് മനസ്സിലാക്കുന്നത് പോലെ അല്ലല്ലോ. ഇപ്പൊ MP-മാര് അല്ലെങ്കിൽ മന്ത്രിമാര്, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാര് ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പേ ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാധ്യമങ്ങളിൽ വന്നതോ അല്ലെങ്കിൽ വരാത്തതോ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ വെച്ചിട്ട് ഒരു സിസ്റ്റമല്ലേ പ്രവർത്തിക്കുന്നത്. അതായത് നമ്മളിപ്പം 4 പേര് ചർച്ച ചെയ്യുന്നത് പോലെ അല്ലല്ലോ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത്. ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു വലിയ സംവിധാനം പ്രവർത്തിക്കുകയല്ലേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ നടപടിക്രമങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വന്നു, അതേസമയം ഈ ബില്ല് വന്നു. ഈ ബില്ല് പക്ഷേ വിജയിച്ചില്ല, വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പൊ അതിന് ഇവിടെ കൊണ്ട് അത് അവസാനിക്കുന്നില്ല, ഇതിന്റെ പ്രവർത്തനങ്ങളുടെ മുന്നോട്ട് പോകുന്നു പറഞ്ഞു. കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്ന ഇടമല്ല ലോക്സഭ, അത് രാജ്യത്തെ മുഴുവൻ MP-മാരും ഈ പറയുന്ന നിയമനിർമ്മാണത്തിന്റെ ഭാഗമാകുന്ന ഇടമാണ്. അവിടെ കേന്ദ്ര സർക്കാരിന്റെ രീതിയല്ല, ജനാധിപത്യത്തിന്റെ എല്ലാ പാർട്ടികളുടെയും പ്രാതിനിധ്യത്തിന്റെ നിയമമൊക്കെയാണ് അവിടെ നടപ്പിലാവുക. അപ്പൊ നോക്കൂ, വോട്ടിനിട്ടു, ഇത് തോറ്റുപോയി, പിറ്റേ ദിവസം വിജ്ഞാപനം ഇറക്കുകയാണ് 2023 നിയമത്തിലെങ്കിൽ അതിനും ഒരു ലോജിക്കുണ്ട്. ഞാൻ ചോദിക്കുന്നത്, സമാന്തരമായി വോട്ടിനിടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പഴയ നിയമം വിജ്ഞാപനം ചെയ്യുന്നത് എന്തിനാണെന്ന് അങ്ങേക്ക് ധാരണയുണ്ടെങ്കിൽ പറഞ്ഞു തരാമോ? അല്ല, നമ്മള് ഇപ്പം ലോക്സഭയല്ല ഗവൺമെന്റ് നമുക്കറിയാം. അതായത് ഈ നമ്മുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോക്സഭയായാലും രാജ്യസഭയായാലും അത് ടെമ്പററി എക്സിക്യൂട്ടീവ് ആണ്. അപ്പൊ അത് നിയമനിർമ്മാണ സഭയാണ്. ആ നിയമനിർമ്മാണ സഭ ഉണ്ടാക്കുന്ന നിയമം നടപ്പാക്കുക, ആക്ട് നടപ്പാക്കുക എന്നുള്ള ഉത്തരവാദിത്വം സർക്കാരിൻ്റെതാണ്. അപ്പൊ ആ സർക്കാരിന്റെ ഭാഗമാണ് സർക്കാർ അതിനകത്ത് നിർവഹിച്ചത്. അതേസമയം പാർലമെന്റിൽ നടന്നത് വേറൊരു പ്രക്രിയയാണ്. അതായത് ഈ പറഞ്ഞ രീതിയിൽ ഡീലിമിറ്റേഷൻ കൊണ്ടുവന്ന് മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അതുകൂടെ ഇതിൽ ചേർത്തുകൊണ്ട് ഈ പറഞ്ഞ ഈ അടുത്ത ഇലക്ഷനിൽ 2029 ഇലക്ഷന് മുന്നേ
നമുക്ക് ഈ വനിതാ ബില്ല് നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് നടത്തിയത്. ആ ശ്രമമാണ് പരാജയപ്പെട്ടത്. മറ്റു നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സമയത്ത് മാത്രം അത് ചർച്ച ചെയ്യുന്നുള്ളൂ. അങ്ങനെ നോക്കിയാൽ പല നിയമങ്ങളുടെയും നടത്തിപ്പിൽ പലതും നമുക്ക് ചർച്ച ചെയ്യാനുണ്ടാവും. അത് കേന്ദ്ര സർക്കാരിന്റെ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടി വരുന്നൊരു വിഷയമാണ്. ഇതും അതുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. കൂട്ടിക്കുഴയ്ക്കുന്നത് എന്തിനാണ് എന്നുള്ളതായിരുന്നു പ്രാഥമികമായ ഒരു ചോദ്യം. കാരണം പിറ്റേ ദിവസം വിജ്ഞാപനം വരാൻ ഏതെങ്കിലും ഒരു നിയമസഭാ ഇലക്ഷൻ പോലും ഉണ്ടായിരുന്നില്ല എന്നിരിക്കെ, ഒരു ലോക്സഭാ ഇലക്ഷനും ഉണ്ടാകില്ല എന്നിരിക്കെ, ആ നിയമം പാർലമെന്റിൽ വോട്ടിനിടുന്നതിന്റെ സമാന്തരമായി അത്തരത്തിലൊരു വിജ്ഞാപനം വന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം എന്നാണ് അങ്ങയുടെ വിശദീകരണമെങ്കിൽ ശരി. പക്ഷെ ആ തീരുമാനം സ്വാഭാവികമായും അതിന്റെ ആ സമയം എന്നുള്ളത് കൊണ്ട് തന്നെ അത് സംശയിക്കപ്പെടും രാഷ്ട്രീയമായി. അത് മാത്രമല്ല മാധു, അത് നടപ്പാക്കാനുള്ള കാര്യമുണ്ടല്ലോ. ആ നിയമം മുന്നോട്ട് പോകണല്ലോ. എന്താണോ ഇപ്പൊ നേരത്തെ പാർലമെന്റ് പാസ്സാക്കിയ നിയമമല്ലേ, അപ്പൊ അതും ആക്ട് ആയി വന്ന് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അത് രാഷ്ട്രപതി ഒപ്പുവെച്ചപ്പോൾ തന്നെ അത് എന്ന് മുതൽ നടപ്പിലാക്കുമെന്ന കാര്യം പിന്നീട് തീരുമാനിക്കാം എന്നത് കൂടി അതിന്റെ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ അത് ഈ പറഞ്ഞ 2024 ലോക്സഭാ ഇലക്ഷൻ അടക്കം പ്രാബല്യത്തിൽ വരുമായിരുന്നല്ലോ. അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നത് അത് പര്യാപ്തമല്ല എന്ന രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് മാറ്റിവെച്ചത് കൊണ്ടാണല്ലോ. ഇല്ല, അത് വരില്ലല്ലോ. കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അടുത്ത സെൻസസ് പ്രകാരം ഡീലിമിറ്റേഷൻ ചെയ്തിട്ടല്ലേ പറഞ്ഞു. അപ്പൊ അത് വരില്ല. പിന്നെ അതിന് പുറമെ ഞാൻ പറഞ്ഞാൽ ഇതിന് സർക്കാർ സംവിധാനത്തിന്റെ, അതായത് ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമല്ലോ. അപ്പൊ ആ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് പലപ്പോഴും പാർലമെന്റിൽ ഉണ്ടാകുന്ന നിയമനിർമ്മാണം ആയാലും നമ്മുടെ സംസ്ഥാന നിയമസഭ ആയാലും അല്ലെങ്കിൽ അതിന്റെ താഴെ തട്ടിലുള്ള നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും അതിന്റെ കൗൺസിൽ അല്ലെങ്കിൽ അസംബ്ലി വിജ്ഞാപനം ഇറങ്ങാതെ ഇത്രയും കാലം ഇപ്പൊ നോക്കൂ, ഈ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് വോട്ടിനിടുന്നതിന് മുൻപ് വിജ്ഞാപനം ഇറക്കുക വഴി എന്തെങ്കിലും ഒരു ലക്ഷ്യം സാധിക്കാനുണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു നിയമസഭ അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഈ വിജ്ഞാപനം വരുമ്പോൾ പ്രാബല്യത്തിലാകുന്ന എന്തെങ്കിലും ഒന്നുണ്ടായിരുന്നോ? അല്ല, ഇനി വരണമല്ലോ. ഇനി മുന്നോട്ട് ഈ നിയമം മുന്നോട്ട് പോകണ്ടേ? അത് ശരിയാണ്. പക്ഷെ ആ സമയമാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് കെ സി വേണുഗോപാൽ അടക്കം പാർലമെന്റിൽ ചോദിച്ചത് ഇനി എന്തിനാണ് ചർച്ച എന്ന്. ഇനി എന്തിനാണ് ചർച്ച എന്ന് പ്രതിപക്ഷം ചോദിക്കാനുള്ള കാരണം ആ സമയം കൊണ്ടാണ്. കാരണം ഒരു ഭേദഗതി ബില്ല് അവിടെ പാർലമെന്റ് പരിഗണിക്കുകയാണ്. അതിന് സമാന്തരമായി ഇപ്പുറത്തൊരു രാഷ്ട്രീയ തീരുമാനം ഒരു സർക്കാർ വിജ്ഞാപനത്തിലൂടെ നടപ്പിലാവുകയാണ്. പിന്നെ എന്തിനാണ് ചർച്ച എന്ന് പ്രതിപക്ഷം ചോദിക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. എന്തിനാണ് ഇനി പാർലമെന്റ് ഈ ദിവസങ്ങളിൽ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എന്നൊരു ചോദ്യം അങ്ങനെയാണ് ചോദിക്കപ്പെടുന്നത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ഷിബു മിരാൻ, നോക്കിപ്പം വലിയ വാദപ്രതിവാദങ്ങളൊക്കെ ഉയർന്നു. പക്ഷേ അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജി എങ്ങനെ നടപ്പിലാക്കുന്നു, എങ്ങനെയാണ് നറേറ്റീവ് രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കുക എന്ന കാര്യത്തിൽ BJP മത്സരത്തിന് സാധ്യത കൊടുക്കാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എങ്ങനെയാണ് ഓരോ കാര്യവും, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തന്നെ പല പരാമർശങ്ങൾ ഉപയോഗിക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി എന്നുള്ളത് എടുത്തു പറയുന്നില്ല ഞാൻ. ഇതിപ്പോൾ സ്ത്രീ വിരുദ്ധത എന്നൊരു ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്. നോക്കൂ, പശ്ചിമ ബംഗാളിലടക്കം ദീദിയുടെ വോട്ട് എവിടെയാണ് കിടക്കുന്നത്, ദീദിയുടെ ബലം എവിടെയാണ് കിടക്കുന്നത്? അത് സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസിന്റെ സ്ത്രീ വോട്ടർമാരുടെ കൈവശമാണ്. അവിടെ സ്ത്രീ വിരുദ്ധത എന്ന വജ്രായുധം എടുത്തു വീശാൻ ഒരുമ്പെടുകയാണ്. തീർച്ചയായും മാധു, അതിനെ വസ്തുതകൾ പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന ഒരു തിരിച്ചറിവാണ് ഞങ്ങൾക്കാകെയുള്ളത്. ഇതിന്റെ ഒരു ചരിത്രം ഇവിടെ പറഞ്ഞാൽ അതിലേക്ക് വിശദമായി പോവല്ല. ഈ പുതിയ പാർലമെന്റ് കെട്ടിടത്തിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട വലിയൊരു ചരിത്രമുണ്ട്. 2023 മെയ് മാസമാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. 3 കാര്യങ്ങൾ അന്ന് ശ്രദ്ധിക്കപ്പെട്ടു. ഒന്ന്, ചെങ്കോലുമായി വരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു. രണ്ടാമത്തേത്, അന്ന് ഈ MP മാർക്ക് വിതരണം ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷന്റെ കോപ്പി, അതിൽ സെക്യുലറിസം, സോഷ്യലിസം ഈ 2 വാക്കുകൾ ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ ഒരു സവിശേഷത മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചത്, ആ പാർലമെന്റ് കെട്ടിടത്തിനകത്ത് ലോക്സഭ സമ്മേളിക്കുന്ന ഹാളിൽ 800-ലധികം സീറ്റുകൾ ഉണ്ട് എന്നാണ്. നോട്ട് ദ പോയിന്റ്. 800+ എന്ന ഈ ഫിഗർ, ഈ ചൂണ്ടക്കൊളുത്ത് അന്നേ BJPയുടെ കയ്യിലുള്ളതാണ്. ഇനി അതേ പാർലമെന്റ് കെട്ടിടത്തിൽ സെപ്റ്റംബർ മാസത്തിൽ ഇവര് നാരി ശക്തി വന്ദൻ അധിനിയം 2023 പാസ്സാക്കുന്നു. അതിനകത്തൊരു വ്യവസ്ഥ ഉണ്ടെന്നാണ്, ഡീലിമിറ്റേഷൻ വേണം, സെൻസസ് വേണം. ഇത് അന്നത്തെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ട് ഇവർ കൊണ്ടുവന്നതല്ല. ആ സിറ്റീസ് അമിത്ഷാ എന്ന് അവതരിപ്പിക്കുന്ന നിയമത്തിൽ തന്നെ ഈ വ്യവസ്ഥയുണ്ട്. വേണമെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതാകാം എന്ന് അന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷം പറഞ്ഞതാണ്. ഇവരത് കേട്ടില്ല. ഇതവർ അവധിക്ക് വെച്ചുകൊണ്ട് നടപ്പാക്കി. ഇനി 2024 ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മുടെ രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അന്ന് നമ്മൾ കേട്ടൊരു ആക്രോശം കൂടിയുണ്ട്. അപ്കി ബാർ 400 പാർ എന്നതാണ്. ഇത്തവണ ഞങ്ങൾക്ക് 400 വേണം. എന്തിനാണ്? പ്രതിപക്ഷത്തിന്റെ ഔദാര്യമില്ലാതെ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഏത് രൂപത്തിലും തകിടം മറിക്കാനുള്ള മാൻഡേറ്റ് ഞങ്ങൾക്ക് തരൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അത് കിട്ടിയില്ല.
BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല, NDA എന്നൊരു സംഗതിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ചൂണ്ടക്കൊളുത്ത് ഇവരുടെ കയ്യിലുണ്ട്. 800 സീറ്റും പാർലമെന്റിലുണ്ട്. പക്ഷെ അതിന് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആ ചൂണ്ടക്കൊളുത്തിൽ ഒരു പ്രത്യേക സമ്മേളനം തിരക്കിട്ട് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങൾ, 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരക്കിട്ട് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടുകയാണ്. സമ്മേളനം വിളിച്ചുകൂട്ടി ഒരു ദിവസം പിന്നെ ചർച്ച പൂർത്തിയാകുമ്പോഴാണ് ഇവർക്ക് ബോധ്യമാവുന്നത് ഒരു നിയമം അത് പാർലമെന്റ് പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ചു. പക്ഷെ ആ നിയമം അഭിലാഷ് സാറിനൊക്കെ വിശദമായി പറയാൻ പറ്റും. ആ നിയമം അപ്പോഴും ഒരു ലീഗലി ഒരു അന്തരീക്ഷത്തിലാണ്. ആ നിയമം രാജ്യത്ത് ആക്ട് ചെയ്ത് തുടങ്ങണമെങ്കിൽ, അത് ഇംപ്ലിമെന്റ് ആവണമെങ്കിൽ, ആ നിയമം പ്രവർത്തിക്കാൻ ആരംഭിക്കണമെങ്കിൽ അതെന്ത് ചെയ്യണം? അത് വിജ്ഞാപനം ചെയ്യണം. അത് ചെയ്തിട്ടില്ല എന്ന് ഓർമ്മ വരുന്നു. രാത്രി 9:55 അത് വിജ്ഞാപനം ചെയ്യുന്നു. എന്നിട്ട് ഇന്നലെ ഇപ്പൊ ഇവര് ഈ ബംഗാളിലൊക്കെ മാധു ഇവര് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നാരി ശക്തി എന്ന പോയിന്റിലാണല്ലോ. കുറെ എണ്ണങ്ങളല്ല ഇവിടുത്തെ സ്ത്രീകൾ. ഈ പാർലമെന്റ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന്റെ പിറ്റേ ദിവസമാണ് ഈ രാജ്യത്തിന്റെ ഈ ശക്തി എന്ന വാക്ക്, അത് സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന ഒരു വാക്കുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഇതിനു മുൻപുണ്ടായിട്ടുണ്ട് കോൺഗ്രസിനും BJPക്കും ഇടയിൽ തന്നെ. അത് ഒരുപക്ഷെ നോക്കൂ, നിയമനിർമ്മാണം സ്ത്രീകൾക്ക് അനുകൂലമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച BJPക്ക് പ്രതിപക്ഷത്തിൽ നിന്ന് സാധാരണഗതിയിൽ നോക്കുകയാണെങ്കിൽ അധികാരം അമിതപ്രയോഗം ഉണ്ടാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ ഭാഗമാണ് എന്ന ആരോപണമാണ് ഉണ്ടാവുക. ഇതിപ്പോ പ്രതിപക്ഷം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് സർക്കാരിനെ സ്ത്രീകൾക്ക് അനുകൂലമായ പ്രാതിനിധ്യ നിയമം നിർമ്മിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തി അമിതാധികാര പ്രയോഗം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് നറേറ്റീവ്. ആ നെറേറ്റീവ് പൊളിഞ്ഞടുങ്ങാൻ വേണ്ടി പോവാണ്. ഇതൊന്നും ഇവർ വിചാരിക്കുന്നിടത്ത് ദേ ആർ അണ്ടർ എസ്റ്റിമേറ്റിംഗ് ദ വിമൻസ് ഓഫ് ഇന്ത്യ. ഈ നിയമം നടപ്പാക്കുന്നതിന് 2024 തന്നെ എന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് ബില്ല് കൊണ്ടുവരുന്ന പാർലമെന്റിനകത്ത് 185 പെണ്ണുങ്ങൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്ന മനോഹര കാഴ്ചക്ക് വേണ്ടി ആ പാർലമെന്റിൽ എഴുന്നേറ്റ് വർത്താനം പറഞ്ഞവരാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷം എന്ന് ബോധ്യമാക്കാനുള്ള വിവേകം ഇവിടുത്തെ സ്ത്രീകൾക്കുണ്ട്. ഇവരതിനെ വില കുറച്ച് കാണുന്നുണ്ടല്ലേ. ഇവര് നാരി ശക്തിയെ കുറിച്ചൊക്കെ ഒരു ചർച്ചയ്ക്ക് ഇരുന്നാൽ മാധു, ഇത് മാത്രമൊന്നുമല്ല ഈ രാജ്യത്തെ സ്ത്രീകളെ വില, ഈ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പിറ്റേ ദിവസമാണ് വിനേഷ് ഫോഗട്ടും സാക്ഷി മാലിക്കും അവര് പൊരുതി നേടിയ മെഡലുകൾ കയ്യിൽ വെച്ചിട്ട് ഗംഗാ നദീ തീരത്തുനിന്ന് വിതുമ്പിക്കരഞ്ഞത്. എന്തിനാ? അവരെ അപമാനിച്ച, അവരുടെ കൂട്ടത്തിലെ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പോലും അപമാനിച്ച ഒരു വൃത്തികെട്ടവൻ, ഒരു അറുവഷളൻ BJP MP ആണ്. അയാളെ ഒന്ന് മാറ്റി നിർത്തണം എന്നല്ലാതെ മറ്റൊന്നും ആ പെൺകുട്ടികൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇതേ മെയ് മാസത്തിലോ മറ്റോ ആണ് ഒരു സ്ത്രീ മണിപ്പൂരിൽ ഒരാൾക്കൂട്ടത്തിന്റെ നടുവിലൂടെ പിറന്ന പടി കൊണ്ടുവന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ആഴ്ചകൾക്ക് മുൻപ് ആ പെൺകുട്ടി മരണപ്പെട്ട വാർത്ത നമ്മൾ കേട്ടില്ലേ മാധു? ഹത്രസിലെ പെൺകുട്ടി നമ്മൾ മറന്നാണോ? ഇവരുടെ വലിയ വില്ലാളി വീരന്റെ മൂക്കിന്റെ താഴെയാണ് ഒരു പെൺകുട്ടി, ഞാൻ ആ വീട്ടിൽ പോയാളാ, ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് അതിന്റെ നാവരിഞ്ഞ് അതിന്റെ നടു തവിട്ടി തകർത്ത് ആശുപത്രിയിൽ ആ പെൺകുട്ടി മരിക്കുമ്പോൾ അതിനെ കൊണ്ടുപോയി അതിന്റെ വീടിന്റെ തൊട്ടുമുറ്റത്തുള്ള ഒരു വയലിൽ പെട്രോൾ ഒഴിച്ച് വൈക്കോല് വാരിയിട്ട് കരിച്ചു കളഞ്ഞവരായി ഇവര്. ഇതൊക്കെ പറഞ്ഞാൽ ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് നന്നായി BJPയെ അവരുയർത്തുന്ന നാരീശക്തി എന്ന മുദ്രാവാക്യത്തിന്റെ പൊള്ളത്തരത്തെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ത്യയിലെ ഇന്നത്തെ ഒരു നാരീശക്തിയുടെ പ്രതീകമായി തന്നെ നിൽക്കുന്ന മമതാ ബാനർജി, രാഷ്ട്രീയമായിട്ടൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഇവിടെ പലർക്കും ആ സ്ത്രീയോടുണ്ടാവും. അവര് ഒരു മതനിരപേക്ഷ രാഷ്ട്രീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ബംഗാളിലൊന്നും ഈ ചെപ്പടി വിദ്യകൾ ഏച്ചാൻ പോകുന്നില്ല എന്ന ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ മുന്നണി എന്ന ഒരു രാഷ്ട്രീയ സഖ്യം അതിന്റെ പ്രസക്തി രാജ്യത്തിന് ബോധ്യപ്പെട്ട ദിവസമാണിത്. ഇന്ത്യയിലെ എല്ലാ മതേതര കക്ഷികൾക്കും അതിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ട് എന്നുകൂടി അവസരത്തിൽ ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് പറഞ്ഞു വെക്കുകയാണ്. ശ്രീ M.R. അഭിലാഷ്, ഇപ്പം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ചർച്ച നടക്കുന്ന സമയത്ത് അതിലുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഭേദഗതി ബില്ല് പാസ്സാക്കുക എന്നത് അതിന് മുഴുവൻ ക്രെഡിറ്റും പ്രതിപക്ഷത്തിന് നൽകാൻ തയ്യാറാണ്, നിങ്ങളൊന്ന് ഇതിനോട് സമവായപ്പെടൂ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മുഴുവൻ ക്രെഡിറ്റും പ്രതിപക്ഷം എടുത്തോളൂ ഇത് പാസ്സാക്കുകയാണ് എങ്കിൽ എന്ന്. അപ്പോൾ KC വേണുഗോപാൽ തിരിച്ചു പറഞ്ഞത് ഇപ്പോൾ നടപ്പിലാക്കൂ, ഈ 543 നടപ്പിലാക്കൂ, എന്നിട്ട് മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾ എടുക്കൂ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിന്റെ ഒരു വനിതാ നേതാവ് പറയുന്നുണ്ടായിരുന്നു, സ്ത്രീകൾ ഒരു മുറിയിൽ ഇരിക്കണമെങ്കിൽ അവർക്ക് അധികമായി കസേര കൊണ്ടുവന്നാലേ അവർക്ക് ഇരിക്കാനുള്ള ഇടമുണ്ടാവുകയുള്ളൂ എന്നുള്ളത്. അത് ഇന്ത്യൻ പാർലമെന്റിലും അങ്ങനെ തന്നെ വേണമെന്നാണോ? ഒരു പ്രാതിനിധ്യ നിയമം നടപ്പിലാക്കണമെങ്കിൽ ഇരിക്കാനിടം കൂടുതൽ കണ്ടുപിടിക്കണമെന്ന നിർബന്ധ ബുദ്ധി എന്തിനാണ് നിയമപരമായി? മാധു, ഇവിടെ 3-4 വിഷയങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഈ നിയമം നോട്ടിഫൈ ചെയ്ത്, അതായത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. നേരത്തെ ശ്രീ ഷിബു ഇവിടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 2023 നിയമമാണ്
അത് 2026 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം നോട്ടിഫൈ ചെയ്യുന്നതിന് എന്തുകൊണ്ട് കാലതാമസം ഉണ്ടായി? ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി വന്നപ്പോഴാണ് നോട്ടിഫൈ ചെയ്തത്. അതിൻ്റെതായ പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്. രണ്ടാമത്, തിടുക്കപ്പെട്ട് ഇത് നടപ്പാക്കുന്നതിനും അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ 2023 നിയമം പാസ്സാക്കുന്ന സമയത്ത് ഇല്ലായിരുന്ന ഏത് ചിന്തയാണ് ഇപ്പം പുതിയതായിട്ട് മറ്റൊരു ഭേദഗതിയെക്കുറിച്ച് ചിന്തിക്കാൻ ഉതകിയത് എന്നുള്ളത്, ഡിഫറൻസ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. പക്ഷേ ഈ രണ്ട് രാഷ്ട്രീയ വിഷയങ്ങളും മാറ്റി നിർത്തിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഇത് പരിശോധിക്കുമ്പോൾ പിടിച്ചതിനെക്കാട്ടിലും വലുതാണ് ഇപ്പൊ അളയിൽ കിടക്കുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ ഭേദഗതി പാസ്സാക്കിയിരുന്നു എന്നിരിക്കട്ടെ, ഈ 2027 സെൻസസിന്റെ ഡേറ്റ കിട്ടുന്നത് 2028 അവസാനത്തേക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു മിനിമം 3 വർഷമെങ്കിലും എടുക്കും. കാരണം കഴിഞ്ഞ ഡീലിമിറ്റേഷൻ 2002 നിയമപ്രകാരം നടന്നത്, പ്രസിഡൻഷ്യൽ ഓർഡർ വന്നത് 2008 അപ്പൊ ഇത്രയധികം കാലവിളംബം ഉണ്ടായി. കാരണം ആ എക്സർസൈസ് എന്ന് വെച്ചാൽ വ്യാപകമായിട്ടുള്ള ഒരു എക്സർസൈസ് ആണ്. അപ്പോ ഇപ്പം സീറ്റിന്റെ എണ്ണം കൂട്ടിക്കൊണ്ട് ഇത്തരത്തിലൊരു ഡീലിമിറ്റേഷൻ നടപടിക്രമത്തിലേക്ക് പോകുന്നത് ഇന്ത്യൻ പാർലമെന്റ് നിരാകരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ സീറ്റിന്റെ എണ്ണം കൂട്ടാന്നതിനെ കുറിച്ച് ഇവർ ചിന്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭരണഘടനാ ഭേദഗതി നിയമം പാസ്സാക്കുന്നതിന് വ്യാപകമായിട്ട് വേണ്ട സപ്പോർട്ട് നമുക്കറിയാം. നോർത്ത് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാട്രിയാർക്കലാണ്. ഇപ്പൊ ഈ ഉള്ളതിന്റെ 1/3 സീറ്റ് ഏത് നേതാവ് സാക്രിഫൈസ് ചെയ്യും മാധു? നേതാക്കന്മാര്, പ്രോമിനന്റ് ആയിട്ടുള്ള ലീഡേഴ്സ്, പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടിയെ ചലിപ്പിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ സീറ്റ് നഷ്ടപ്പെടും. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും അവരിൽ നല്ലൊരു ശതമാനം പുറത്തിരിക്കേണ്ടി വരും. അപ്പൊ ആ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം ഈ അംഗബലം കൂട്ടിയതിന് ശേഷം 1/3 കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ നേതാക്കന്മാരൊക്കെ തന്നെ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. അത് അങ്ങനെ ഒരു രാഷ്ട്രീയ സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ, അത് നിയമത്തിൽ എഴുതപ്പെട്ടു വരുവാൻ സാധ്യമല്ല, സമവായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ മൂവ് ചെയ്തത്. പെട്ടെന്ന് ഇത് കൊണ്ടുവരുന്നതിന് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടെന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല. പക്ഷേ ഇനി ഇപ്പൊ ഇത് പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി ഇതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡീലിമിറ്റേഷൻ ഇപ്പം 2023 നിയമപ്രകാരം ഡീലിമിറ്റേഷൻ ഇനി നടക്കേണ്ടതായിട്ടുണ്ട്. 27 സെൻസസിന്റെ ഡേറ്റ 28 വരും. ഡീലിമിറ്റേഷൻ മിനിമം ഒരു 3 വർഷമെങ്കിലും ആ ഡീലിമിറ്റേഷൻ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കും. 3-ലധികം എടുത്തേക്കാം, പക്ഷെ 3 വർഷമെങ്കിലും. കാരണം രാജ്യമെമ്പാടും നടന്നു ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അങ്ങനെ 2028 പിന്നെ 2031 ഈ സർക്കാരിന് ശേഷം, പുതിയ സർക്കാർ വന്നതിന് ശേഷം മാത്രമേ ഇത് നടപ്പാക്കുന്ന നടപടിക്രമത്തിലേക്ക് പോകാൻ കഴിയൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യുന്നത് ഈ അംഗബലം പെട്ടെന്ന് ഉയർത്തുന്നതിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതിൻ്റെതായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഈ 2031 32 ഡീലിമിറ്റേഷൻ നടക്കുമ്പോൾ, നിലവിലുള്ള അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുമ്പോൾ, കേരളത്തിനും തമിഴ്നാടിനും ജനസംഖ്യ അടിസ്ഥാനത്തിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക എന്നുള്ളത് ഭരണഘടനയുടെ അനിവാര്യതയാണ്. ആർക്കും അതിനെ തടയാൻ കഴിയില്ല. അന്ന് ആരധികാരത്തിലിരുന്നാലും, കോൺഗ്രസ് അധികാരത്തിലിരുന്നാലും BJP അധികാരത്തിലിരുന്നാലും, ഭരണഘടന ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞ് രാജ്യമൊട്ടുക്ക് പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് വളരെ ശക്തമായിട്ട് ഇത് ആവശ്യമായിട്ട് ഉന്നയിക്കും. പക്ഷേ ആ സമയത്ത് പ്രശ്നം വരാൻ പോകുന്നത്, ഭേദഗതി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കാർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തടയാൻ കഴിയാത്ത രീതിയിൽ ഭരണഘടനയുടെ 82ാം അനുച്ഛേദം അതിൻ്റെതായ സ്വാഭാവികമായ പ്രക്രിയയിലേക്ക് കടക്കും. ഭേദഗതി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്നത് പോലെ ഇപ്പോൾ കേരളത്തിലെ ഒന്നുകൂടി ലഘുവാക്കിയാൽ, ഇപ്പോൾ കേരളത്തിലെ ഈ 20 സീറ്റുകൾ 30 സീറ്റുകളാക്കുന്നതിന് പകരം ഈ പോപ്പുലേഷൻ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 23-24 സീറ്റ്, ആ നിലയ്ക്ക് മാത്രമേ ഇനി ഇത് ചട്ടപ്പടി വരുമ്പോൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണോ അങ്ങ് പറയുന്നത്? ഇല്ല, അല്ല, അങ്ങനെ അല്ല മാധു ഞാൻ പറഞ്ഞത്. 20 സീറ്റ് വെച്ച് തന്നെ ഡീലിമിറ്റേഷൻ നടത്താൻ ഒക്കും. ഡീലിമിറ്റേഷന് പാർലമെന്റിന്റെ അംഗബലം ഉയർത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അമേരിക്കയിൽ ഡീലിമിറ്റേഷൻ നടക്കാറുണ്ടല്ലോ. അമേരിക്കൻ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ ഡീലിമിറ്റേഷൻ നടക്കാറുണ്ടല്ലോ. അവർ അംഗബലം ഉയർത്തുന്നത് നെസസറി അല്ല. അപ്പോ അംഗബലം ഉയർത്താതെയും നമുക്ക് ഡീലിമിറ്റേഷൻ നടത്താം. എല്ലാ ഡീലിമിറ്റേഷനും അംഗബലം ഉയർത്താറില്ല. പക്ഷെ അംഗബലം ഉയർത്താതെ നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാർജിനലായിട്ട് മാത്രം ഉയർത്തിയിട്ട് നടക്കുമ്പോൾ
വരുന്ന സാങ്കേതികമായിട്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു വോട്ട്, ആ വോട്ടിന് രാജ്യമെമ്പാടും ഒരേ മൂല്യം എന്ന ഭരണഘടനാ തത്വം 81, 82, 170 വകുപ്പുകൾ പ്രകാരം വിഭാവനം ചെയ്തിട്ടുള്ള മൂല്യം ആർക്കും തടുക്കാൻ കഴിയാത്ത രീതിയിൽ സ്വാഭാവികമായിട്ട് നിലവിൽ വരുമ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് ആ ഒരു നഷ്ടം സഹിക്കേണ്ടി വരും. അപ്പൊ ഇപ്പോ രാഷ്ട്രീയ കാരണങ്ങൾ ശരിയാണെങ്കിൽ കൂടിയും ഇപ്പോ ഭരണഘടനാ ഭേദഗതിയെ എതിർക്കുന്ന ആൾക്കാർ അന്ന് അധികാരത്തിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടി വരും, അംഗബലം കൂട്ടി. ഇനി അവർ അധികാരത്തിലല്ല, ഇപ്പം BJP സർക്കാരാണ് ഇനി വരുന്നതെങ്കിൽ BJP സർക്കാരിനോട് ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യമെമ്പാടും ഇത്തരത്തിലുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തേണ്ടതായിട്ട് വരും. ഇതാണ് ഇതിന്റെ ഒരു ഐറണി. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ പി സന്തോഷ് കുമാർ, ഇപ്പോൾ ഈ വിഭാവനം ചെയ്തിരിക്കുന്ന ഡീലിമിറ്റേഷൻ ശരിയാണ്, ഞാൻ പറഞ്ഞത് അത് പരാജയപ്പെട്ടു പോയിരുന്നാലും വിഭാവനം ചെയ്തിരുന്ന ഈ ഡീലിമിറ്റേഷൻ അത് പ്രാബല്യത്തിൽ വരികയായിരുന്നുവെങ്കിൽ ഹിന്ദി ബെൽറ്റിലുള്ള ഒരു 4-5 സംസ്ഥാനങ്ങൾ നിർണ്ണയിക്കും. ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും ആരാണ് രാജ്യം ഭരിക്കേണ്ടതെന്ന്. പക്ഷെ അവിടെ ഒരു ഇമ്പാരിറ്റി വളരെ പ്രകടമായിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 2.5% ആണ്. കേരളത്തിന്റെ പെർസെന്റ് ഇന്ത്യയിലേക്ക് നോക്കൂ, ഇന്ത്യയുടെ പോപ്പുലേഷനുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ UP-യിൽ അത് 15 മുതൽ 16% വരെയാണ്. അപ്പം നമ്മുടെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരാൾ ചെയ്യുന്ന വോട്ടിന്റെ മൂല്യം അവരുടെ ഒരു ഇപ്പൊ UP-യിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 5 പേർ ചെയ്യുന്ന വോട്ടിന്റെ മൂല്യമാണ്. ഇതിന്റെ ഈ ഡീലിമിറ്റേഷന്റെ അടിസ്ഥാന സൂത്രവാക്യം എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന 1 വോട്ട് 1 വാല്യൂ എന്നുള്ളതാണല്ലോ. അതിൽ ഇമ്പാരിറ്റി ഉണ്ട്. അത് അഡ്രസ്സ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന തെക്ക് വടക്ക് ഈ സ്പർദ്ധ അത് കൂടുതൽ രൂക്ഷമായി മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അല്ല, അതായത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഒരർത്ഥത്തിൽ ഇപ്പോൾ അങ്ങ് ആവർത്തിക്കുന്നത്. അതായത് ഈ ഇപ്പൊ പറയുന്ന ഈ 50% എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗം നമുക്ക് ഇങ്ങനെ തീർക്കാമെന്ന് തോന്നുന്നു. എനിക്ക് വിമൻ റിസർവേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു ഇരട്ടത്തപ്പാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. അതിപ്പോ നമ്മൾ മോർ ദാൻ ഇനഫ് നമ്മൾ ഡിബേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിനി ഇതിന്റെ ഭാഗമായിട്ട് പരാജയപ്പെട്ട ഡീലിമിറ്റേഷൻ ബില്ലിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതില്ല എന്ന ഒരു വാശിയൊന്നും നേരത്തെ ബഹുമാനായ അഭിഭാഷകൻ അദ്ദേഹത്തിന് ആ ഒരു പ്രേക്ഷകൻ തോന്നുന്നു. അത് ഭാവിയിലാണെങ്കിലും ആ കാര്യങ്ങളല്ല ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത്. ഒന്ന്, ഇത് തമ്മിൽ രണ്ടും ലിങ്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് ഒരു ഭാഗം. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 50% എന്ന് പറയുന്ന ഒരു ഫോർമുല ഇപ്പൊ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ പൊങ്ങി വന്നു. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, സ്റ്റാലിൻ നേരത്തെ കത്തെഴുതി, നമ്മുടെ മറ്റ് മുഖ്യമന്ത്രിമാരെല്ലാവരും പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം തന്നെ ഈ വിഷയം ഉയർത്തി. എങ്ങനെ ഉയർത്തി? 2011 സെൻസസ് ഒരു മാനദണ്ഡമാക്കി എടുത്താൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് എണ്ണം കുറയുമെന്ന ഒരു ന്യായമായ അപ്രഹൻഷൻ മുന്നോട്ട് വെച്ചപ്പോഴാണ് പൊടുന്നനവ് ഈ 50% എന്ന് പറയുന്ന ഒരു ഫോർമുല നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയരുന്നത്. പൊടുന്നനവ് നേരത്തെ 750 സീറ്റ് അവിടെ ഉണ്ടാക്കി വെച്ചുള്ളത് വേറെ ഒരു കാര്യം. 50% എന്നുള്ള ഈ ഫോർമുല ഉയർന്നു വരുന്നു. അത് ഉയർന്നു വരുമ്പോൾ നോക്കൂ, ഇന്നലെ അമിത്ഷാ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ 1 മണിക്കൂർ കൊണ്ട് വരാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആ 1 മണിക്കൂറും കഴിഞ്ഞ് കുറെ മണിക്കൂറായി വന്നില്ല, ഇന്നലെ തന്നെ വോട്ടെടുപ്പ് നടത്തി. ഈ 50% എന്ന് പറയുന്നത് ഡീലിമിറ്റേഷൻ ബില്ലിന്റെയോ എവിടെയെങ്കിലും അതിന്റെ ഷെഡ്യൂളിൽ പോലും ഉള്ള ഒരു കാര്യമല്ല. അത് പ്രധാനമന്ത്രിയുടെയും അതുപോലെ ആഭ്യന്തരമന്ത്രിയുടെയും പ്രസംഗത്തിന്റെ ഭാഗം മാത്രമായിരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. 50% വന്നാൽ തന്നെ ഞങ്ങളെല്ലാവരുടെ കയ്യിൽ ആക്ട് ഉണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം, ഈ 50% എന്ന് പറയുന്ന ഒരു സംഗതി നടപ്പായിന്നിരിക്കട്ടെ, അപ്പോഴും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 3.68% ഉള്ള ഇപ്പോഴുള്ള കേരളത്തിന്റെ മൊത്തം ലോക്സഭയിലെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 3.53 ചുരുങ്ങുന്നുള്ളതാണ്. എംപിമാരുടെ എണ്ണത്തിനകത്തുള്ള ഗ്യാപ്പ് പിന്നെയും വൈഡൻ ചെയ്യുന്നുള്ളതാണ്. അത് റിസോഴ്സ് അലോക്കേഷന്റെ കാര്യത്തിനകത്തൊക്കെ പിന്നെയും അത് വ്യാപകമാവുന്നുള്ളതാണ്. അത് വേറൊരു വലിയ പണ്ടോറ ബോക്സ് ആയതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ശ്രീ അഭിലാഷ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യത്തോടുള്ള എൻ്റെ ഒരു ചെറിയ വിയോജനക്കുറിപ്പായിട്ടാണ് ഞാൻ പറയുന്നത്. ഡീലിമിറ്റേഷൻ ബില്ലിനകത്ത് വിഭാവനം ചെയ്തിരിക്കുന്ന പുതിയ ഡീലിമിറ്റേഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്ന അനിയന്ത്രിതമായിരിക്കുന്ന അധികാരങ്ങളാണ്. ആ അധികാരങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആർട്ടിക്കിൾ 81 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, ഞാൻ അദ്ദേഹത്തെ കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വിദഗ്ധനല്ല, 550 നമ്മുടെ ലോക്സഭയിൽ ഇപ്പോഴത്തെ സീറ്റിന്റെ മാക്സിമം ക്യാപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഭരണഘടനാപരമായിട്ട് അതിനകത്തുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷന് അതിന്റെ ഈ പുതിയ നിയമത്തിന്റെ പരാജയപ്പെട്ട നിയമത്തിന്റെ ക്ലോസ് 8 അനുസരിച്ചിട്ട് സംസ്ഥാനങ്ങളിലെ സീറ്റുകളുടെ എണ്ണം നിശ്ചയിക്കാൻ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സീറ്റുകളുടെ എണ്ണം നിശ്ചയിക്കാനുള്ള പവർ ഉണ്ട് എന്നതാണ്.
അതാണ് അതിനകത്ത് നമ്മൾ ഏറ്റവും അപകടകരമായ ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ സംഗതിയല്ല, നേരത്തെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ 2009 കേരളത്തിലെ അതിർത്തികൾ ഇലക്ഷൻ 2008 മറ്റോ ചെയ്ത് 2009 മാറ്റിമറിച്ചത് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. അതല്ല പ്രശ്നം. പുതിയ നിയമത്തിന്റെ നടപ്പാകുമായിരുന്നെങ്കിൽ, ഹാഡ് ഇറ്റ് ബീൻ ഒരു പാസ്റ്റ് ആയിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന ഈ കമ്മീഷൻ അനിയന്ത്രിതമായ അധികാരങ്ങളിൽ ഒന്നാണ്. അവർക്ക് സംസ്ഥാനങ്ങളുടെ എണ്ണവും നിശ്ചയിക്കാൻ സാധിക്കുമായിരുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും അപകടകരമായിരിക്കുന്ന കാര്യം. അതുകൊണ്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു മാരക ശക്തിയുള്ള ഒന്നിനെ കൂടെ നമ്മുടെ ജനാധിപത്യത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് തോന്നിയതുപോലെ വരക്കാനും മാറ്റാനും എണ്ണം കൂട്ടാനും ഉള്ള ഒരു സംവിധാനത്തെ ഒരുക്കുന്നു എന്ന ന്യായമായ അപ്രഹെൻഷനാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഡീലിമിറ്റേഷനുള്ള അതാണ് പരാജയപ്പെട്ടത് എന്ന് പറയുന്നത്. ശ്രീ ശശി തരൂർ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഉൾപ്പെടെ പലരും, ഞാൻ പറയുന്നത് കട്ടിങ് അക്രോസ് പൊളിറ്റിക്കൽ ലൈൻസ് നടത്തിയ പ്രസംഗങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സമ്മറൈസ് ചെയ്യാം. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഭാവിയിൽ വർദ്ധിക്കണമോ എന്ന് ചോദിച്ചാൽ ആരും അതിനെ എതിർക്കുന്നില്ല. പക്ഷെ വനിതാ സംവരണവുമായി അതിനെ കൂട്ടിക്കുഴക്കേണ്ടതില്ല. സർവോപരി ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ സ്വാഭാവികമായിട്ട് മടക്കേണ്ടതാണ്. പക്ഷെ അതിന് നേതൃത്വം കൊടുക്കേണ്ട കമ്മീഷന് എണ്ണം പോലും നിശ്ചയിക്കാനുള്ള അവകാശം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഇതപര്യന്തമുള്ള നമ്മുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ്. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ശരി, ശ്രീ AK അനുരാജ്, ഇതിപ്പോ എന്താണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നൊരു ആകാംക്ഷ മുറ്റി നിൽക്കുന്ന മിനിറ്റുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി 1 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സ്വാഭാവികമായും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതും നമ്മളൊക്കെ വിചാരിക്കുന്നതും ഒരു വോട്ടിനിട്ട് ഒരു ഭേദഗതി ബിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ പ്രധാനമന്ത്രി രാജ്യത്തെ കാണുമ്പോൾ, രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഒരു അരമണിക്കൂർ മാറി എന്നതിന് അപ്പുറത്ത് 8 മണിക്ക് സാധാരണഗതിയിൽ അദ്ദേഹം ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും രാജ്യത്തെ അപ്പാടെ എടുത്ത് തിരിച്ചു വെക്കുന്നതിന് പോകുന്നതായിരുന്നു. അത്തരത്തിലൊരു വമ്പൻ പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു വലിയ ഒരു രാഷ്ട്രീയ ചരിത്രം സൃഷ്ടിക്കൽ അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അത് ഞാനെങ്ങനെയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു അത്രയും ഗൗരവമുള്ളൊരു സാഹചര്യം വരുമ്പോഴാണല്ലോ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. അതിപ്പോ ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ ഇവിടെ പലർക്കും പരിഹാസമാണ്. പക്ഷെ അതെന്താണെന്നറിയാമോ, അദ്ദേഹം ക്യാബിനറ്റ് മീറ്റിംഗിൽ പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യം പ്രതിപക്ഷം വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിന് തുടക്കമിടുമോ എന്നുള്ളതാണ് ആകാംക്ഷ. അത് ഈ ക്യാബിനറ്റ് മീറ്റിംഗ് എങ്ങനെയാണ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് സ്പെക്കുലേഷൻ അല്ലേ. ക്യാബിനറ്റ് നമ്മൾ എവിടെയായാലും, കേന്ദ്രത്തിലാവട്ടെ കേരളത്തിലായാലും ക്യാബിനറ്റ് മീറ്റിംഗ് എന്താണ്, മന്ത്രിസഭയിലെ മന്ത്രിമാര്, അതുകൊണ്ടാണല്ലോ പറഞ്ഞത് എന്ന് പറയാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നത്. അത് മനസ്സിലായി. അപ്പൊ അതെനിക്ക് മനസ്സിലായി. അപ്പൊ അത് സ്പെക്കുലേഷൻ ആണ്. അപ്പൊ അതിന് മറുപടി പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് എനിക്കറിയില്ല. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോടുള്ള എതിർപ്പ് എന്ന് പറയുന്നത് ഈ ചർച്ചകളിൽ എനിക്ക് വ്യക്തമായി. അതായത് പാർലമെന്റിൽ എന്തിനാണ് 850 സീറ്റ് എന്നൊക്കെ ചോദിക്കാം. അതായത് താരതമ്യേന പ്രാദേശിക കക്ഷികൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാത്തത് അവർക്ക് ചോദിക്കാം. എന്തുകൊണ്ടാണ് ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, സംസ്ഥാനങ്ങളിൽ തെക്കും വടക്കും ഒക്കെ നിൽക്കട്ടെ, ഇത്ര തന്നെ MP മാരെ നിലനിർത്താൻ എന്താ സംഭവിക്കുക? എത്ര വോട്ടർമാരെയാണ് ഒരു MP പ്രതിനിധാനം ചെയ്യുക? അപ്പൊ അത് മാറ്റണ്ടേ? അതാണ് ഇപ്പൊ ഇവിടെ MP പറഞ്ഞ കാര്യം, സന്തോഷ് MP പറഞ്ഞ കാര്യം അതാണ്. മാറ്റേണ്ടി വരും. അദ്ദേഹം അഡ്വക്കേറ്റ് അഭിലാഷൻ പറഞ്ഞു, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, അത് മാറ്റേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ട് സീറ്റ് ഉണ്ടാക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ സീറ്റ് പരിമിതപ്പെടുത്തുകയാണ് വേണ്ടത്. നമ്മൾ അതിൽ കൂടുതൽ കൂടെ സീറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോഴേ നമുക്ക് അതിനെപ്പറ്റി ചിന്ത വരുന്നുള്ളൂ. ഇനിയിപ്പോ അഥവാ അത്രയും സീറ്റിലേക്ക് എത്തിയില്ല, MP മാരായില്ലെങ്കിൽ അത്രയും സീറ്റല്ലേ അവിടെ കുറയാൻ പോകുന്നുള്ളൂ. അതേസമയം സീറ്റ് കുറഞ്ഞാലോ, നമ്മൾ ഇന്നുള്ള സീറ്റ് വെച്ചു അല്ലെങ്കിൽ ഒരു 100 സീറ്റ് കൂട്ടി വെച്ചു, അതിനേക്കാളും MP മാർ വന്ന് എന്ത് ചെയ്യും? അപ്പൊ 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ കണ്ടു ചെയ്യുന്ന കേരളത്തിലെ വികസന കാഴ്ചപ്പാടുണ്ടല്ലോ, ആ വികസന കാഴ്ചപ്പാട് ദേശീയ തലത്തിൽ കൂടെ അപ്ലൈ ചെയ്യണമെന്ന് ഈ പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്ത് ഒരു നിഗൂഢ താല്പര്യം നമ്മൾ കാണാനുള്ളത്? ഒരു സർക്കാർ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സർക്കാർ സംവിധാനം പ്രവർത്തിക്കും ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ചെയ്യുക. ഈ നമുക്ക് ചരിത്രം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, പുതിയ പാർലമെന്റ് മന്ദിരം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു കേട്ടിരുന്ന ഒരു കാര്യം ഇപ്പോൾ സാധൂകരിക്കപ്പെടുകയാണ്. ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. സ്വാഭാവികമായും അതാ പറഞ്ഞത്, അടുത്തു തന്നെ ഈ കാര്യത്തിലൊരു നിയമനിർമ്മാണത്തിനുള്ള നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു എന്ന് അന്ന് പറഞ്ഞതൊക്കെ ഇന്ന് സാധൂകരിക്കപ്പെട്ടിരിക്കുന്നു. അതിലെന്താ ഇപ്പൊ ഒരു രഹസ്യ സ്വഭാവം അജണ്ടയ്ക്കുള്ളത്? അത് ഏത് സർക്കാരായാലും ചെയ്യേണ്ടി വരും. അതാണ് എനിക്ക് നേരത്തെ അഡ്വക്കേറ്റ് അഭിലാഷൻ പറഞ്ഞ അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏത് സർക്കാരായാലും ചെയ്യേണ്ടി വരും. നരേന്ദ്രമോദി സർക്കാർ ചെയ്യുമ്പോൾ എന്ത് അപകടമാണോ എന്ന് ആലോചിക്കാം. നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. നമ്മളൊന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്, ഇങ്ങനെ നെഗറ്റീവായിട്ട് നമ്മൾ കാണുന്ന ചിന്തിക്കുന്നത് എന്തിനാ? നിങ്ങൾ ചിന്തിച്ചോളൂ, എനിക്കെന്തായാലും അത് പറ്റില്ല. എനിക്ക് നേരത്തെയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായമില്ല. അപ്പൊ പാർലമെന്റ് കാര്യത്തിലായതും അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ BJP MP മാരൊക്കെ എന്താണ് സ്ത്രീ വിരുദ്ധരാണ്, സ്ത്രീ പീഡനാന്നൊക്കെ പറഞ്ഞു. കേരളത്തിലൊന്നും ഇതൊന്നും ഇല്ലേ? ഐസ്ക്രീം പാർലർ കേസൊക്കെ ഉണ്ടായത് എവിടെയാ? അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ അത്തരം കാര്യങ്ങൾ ചർച്ചയിലേക്ക് നമ്മളിൽ കൊണ്ടുവന്നാൽ അത് വിശദമായി ചർച്ച ചെയ്യാം.
അപ്പോ അത് തീർത്തും വ്യത്യസ്തമായ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോ നിൽക്കുന്ന വിഷയം ഈ വിഷയമാണല്ലോ. അപ്പൊ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ചർച്ചയിൽ ആരോ ചൂണ്ടിക്കാണിച്ചെന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രീയ ഇപ്പം പ്രിയങ്ക ഗാന്ധി ലോക്സഭ പറഞ്ഞല്ലോ, അമിത്ഷായോട് പറഞ്ഞല്ലോ രാഷ്ട്രീയ കൗടില്യാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത്തരം രാഷ്ട്രീയ തന്ത്രമൊക്കെ അതിനകത്തുണ്ടാവും. തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, തെരഞ്ഞെടുപ്പ് സാഹചര്യം സ്വാധീനിച്ചിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങൾ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ആർക്കാ രാഷ്ട്രീയം ഇല്ലാത്ത ഇതിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയം ഇല്ലാതെ ജനനന്മ മാത്രം വെച്ചിട്ടാണോ? അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, എന്റെ എഫക്ട് എന്താണ്? വനിതാ സംവരണ ബില്ല് നടപ്പായില്ല എന്നുള്ളത് തന്നെയല്ലേ. അപ്പൊ അത് ഡീലിമിറ്റേഷൻ വേണ്ടാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടോ? ഇല്ല. പക്ഷെ ഇത് രണ്ടും ചേർക്കരുതെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അത് രണ്ടും ചേർക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. രാഷ്ട്രീയം നടപ്പിലാക്കാൻ ഉള്ളതല്ല നിയമനിർമ്മാണം എന്നതാണല്ലോ നമ്മളുടെ ഒരു അടിസ്ഥാന തത്വം അല്ലെങ്കിൽ ധാർമ്മികത എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. അല്ല, അത് ആ ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനുണ്ട്. അത് രാഹുൽ ഗാന്ധിക്കും ഉണ്ട്, നരേന്ദ്രമോദിക്ക് മാത്രമല്ല. രാഹുൽ ഗാന്ധിക്ക് പച്ചയായിട്ട് രാഷ്ട്രീയം പറയാം, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയം എവിടെയെങ്കിലും വേദി കെട്ടി പറയുന്നത് പോലെ അല്ലല്ലോ നിയമനിർമ്മാണം രാഷ്ട്രീയത്തിന് വേണ്ടി നടപ്പിലാക്കുന്നത്. അങ്ങ് പറഞ്ഞു അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കില്ല. ആർക്കാണ് രാഷ്ട്രീയമില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ നിയമം നിർമ്മിക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി ആകുമ്പോഴാണ് പ്രശ്നം. അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ പാർലമെന്റിൽ ഇന്നലെ നടന്ന മുഴുവൻ ചർച്ച നമ്മളാരും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പാർലമെന്റിൽ സ്വാഭാവികമായിട്ടും ഈ നിയമത്തിന്റെ നിയമവശം ഈ വരെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനെക്കാട്ടിലും നമുക്ക് പുറത്ത് വന്ന് കണ്ടത് എന്താണ്? നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലെ കണ്ടത് രാഷ്ട്രീയമാണ്. അപ്പൊ ഒരു ഭാഗത്ത് എൻ ഡി എയുടെ രാഷ്ട്രീയം പറയുന്നു, മറുഭാഗത്ത് ഈ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവരുടെ രാഷ്ട്രീയം പറയുന്നു. അതിനകത്ത് തെറ്റൊന്നുമില്ല. അത് പാർലമെന്ററി സംവിധാനത്തിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് എൻഡ് റിസൾട്ട് ഇതാണ്. ആ എൻഡ് റിസൾട്ട് ഇത് വന്നു കഴിഞ്ഞപ്പോൾ BJP സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, ശക്തമായിട്ട് സമരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് BJPയുടെ സ്വാതന്ത്ര്യമാണ്. അത് BJP ചെയ്യുന്നു, ജനങ്ങളിലേക്ക് അത് ആ കാര്യം എത്തിക്കുന്നു. മറുവശം എത്തിക്കാനുള്ള സ്വാതന്ത്ര്യം UPF ഉണ്ടല്ലോ. അപ്പൊ അതിൽ ആര് വിജയിക്കുന്നു, ആർക്കത് ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്നുള്ള ചോദ്യം. അതിനകത്ത് ഇങ്ങനെ വല്ലാതെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും അവസരം കിട്ടണ്ടേ. ഞാൻ പറയാം, എല്ലാവർക്കും ജനാധിപത്യത്തിൽ അവസരമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ പാർലമെന്റിൽ ചർച്ച നടന്നല്ലോ, രാഹുൽ ഗാന്ധി സംസാരിച്ചല്ലോ, മറ്റു പലരും പ്രിയങ്ക ഗാന്ധി സംസാരിച്ചല്ലോ, മറ്റു പലരും സംസാരിച്ചല്ലോ. പുറത്ത് സംസാരിക്കാൻ മാധ്യമങ്ങളെ കാണാൻ പറ്റുന്നില്ലേ? ഇപ്പം ഇന്ന് പ്രധാനമന്ത്രി കാണുന്നു, രാജ്യത്തോട് സംസാരിക്കുന്നു എന്ന് പറയുന്നു. അത്തരം അവസരങ്ങളുണ്ട്. മാത്രമല്ല അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കപ്പെടുമ്പോഴും പാർലമെന്റിൽ ഇത് കൊണ്ടുവരുമ്പോഴും അത് പാർലമെന്റിന്റെ പടികടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല. ആ വിഷയം മറ്റൊരു തരത്തിൽ ഉപയോഗിക്കപ്പെടാനുള്ളതാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിന് സാധുത നൽകുന്നതായിരുന്നു സമാന്തരമായ വിജ്ഞാപനം എന്നടക്കമുള്ള കാര്യമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്താകമാനം ചർച്ച ചെയ്യാൻ ഒരു വിഷയം അതിന്റെ സാധുതയോടുകൂടി അവതരിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആരെങ്കിലും ഈ രാജ്യത്ത് അവശേഷിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൽ അങ്ങനെ നിർബന്ധിക്കുന്നില്ല. എനിക്ക് മാധുവിന്റെ ആശങ്കകളോ അല്ലെങ്കിൽ മാധുവിന്റെ ചിന്തയോ ഞാൻ പങ്കുവെക്കുന്നില്ല. ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബില്ല് അവതരിപ്പിച്ച സമയത്ത് പ്രതിപക്ഷം ഇതിനെ എതിർത്തു, ബില്ല് പാസ്സായിട്ടില്ല. അതേസമയം ഇതിന്റെ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അത് വേണ്ടി വരും, അത് ആവശ്യമായി വരും. അതോടൊപ്പം തന്നെ രാജ്യത്ത് 33% സംവരണം, സ്ത്രീ സംവരണം ജനപ്രാതിനിധ്യത്തിൽ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരിൽ ഒരാളാണ് ഞാൻ. എത്രയോ കാലങ്ങളായി നമ്മളൊക്കെ ഈ രാഷ്ട്രീയത്തിലും ചർച്ചകളിലും ഒക്കെ അത് പറയുന്നു. ഒരു മിനിറ്റ്, അതാണ് പ്രശ്നം. അത് ക്ലബ് ചെയ്യപ്പെടുന്നത് തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണെന്ന് അറിയുമ്പോഴാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ ഒന്ന് സ്ത്രീകളെ കവചമാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ രാഷ്ട്രീയമെന്ന് തിരിച്ചറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്നത് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ സ്ത്രീ വിരുദ്ധ ചാപ്പയൊന്നും വെച്ചു കൊടുക്കല്ലേ. അത് അതാണ്. അല്ല, നിങ്ങൾ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ള സാഹചര്യം വരുന്നതിനെ ഞാൻ ബഹുമാനിക്കുന്നില്ല. ശ്രീ AK രാജ, കേട്ടോ, നിങ്ങൾ സർട്ടിഫൈ ചെയ്താലേ ആ പക്ഷം അനുവദിച്ചു കിട്ടുകയുള്ളൂ എന്നതിനെ ഞാൻ ബഹുമാനിക്കുന്നില്ല. എന്നോട് ക്ഷമിക്കൂ. ഞാൻ ആ പക്ഷം പ്രിന്റ് ചെയ്ത് മേടിക്കാൻ തയ്യാറാകുന്നില്ല. എനിക്ക് ആവശ്യവുമില്ല. വെച്ചുകൊള്ളൂ. നിങ്ങളുടെ ദേശീയ താല്പര്യങ്ങളോട് ഞാൻ പറഞ്ഞത്, ദേശീയ താല്പര്യങ്ങളോടൊന്നല്ല, നിങ്ങൾക്ക് ദേശീയ തലത്തിലുള്ള താല്പര്യങ്ങളോട് ക്ലബ് ചെയ്ത് വെക്കാൻ കഴിയുന്നവർക്ക് മാത്രം സ്ത്രീപക്ഷ പട്ടം അനുവദിച്ചു കൊടുക്കുന്ന ആ പ്രസ്ഥാനത്തെ ഞാൻ ബഹുമാനിക്കുന്നില്ല. ക്ഷമിക്കൂ എന്നോട്. എന്റെ താല്പര്യം ഉണ്ടാണെന്നല്ല പറഞ്ഞത്. ഇന്ത്യയിലെ പല അങ്ങ് എത്ര പെട്ടെന്നാണ് ഞാൻ സ്ത്രീപക്ഷത്തല്ല എന്ന സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. അങ്ങ് പ്രതിനിധിക്കുന്ന രാഷ്ട്രീയത്തിനും ഒരാളുടെ പക്ഷം അളക്കാനും സർട്ടിഫിക്കറ്റ് കൊടുക്കാനുമുള്ള അല്ല എന്ത് അധികാരമാണുള്ളത്? അതിന് നിയമം നിർമ്മിക്കാനുണ്ടെങ്കിൽ അറിയിച്ചേക്കണേ, കേട്ടോ. അങ്ങനെ പറയാനുള്ള നിയമം, ആ സർട്ടിഫൈ ചെയ്യാനുള്ള അധികാരം, അതിനുവേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചേക്കണേ, ഒന്ന് വരവ് വെച്ചേക്കാം. ശരി, ബോധ്യപ്പെട്ടു ശ്രീ AK രാജ. ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. പക്ഷെ പട്ടം ചാർത്തി കൊടുക്കാനുള്ള നിങ്ങളുടെ അധികാരമില്ല. അതിന് ഞാൻ ബഹുമാനിക്കുന്നില്ല, തെല്ലും ബഹുമാനിക്കുന്നില്ല. ക്ഷമിക്കൂ. ഡീലിമിറ്റേഷൻ വേണ്ട ഇവരെന്ന് പറയുന്നില്ല.
ഇവർ പക്ഷേ ഡീലിമിറ്റേഷൻ ഇല്ലാതെ നടപ്പാക്കണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് വെളിവാക്കപ്പെട്ട് കഴിഞ്ഞു. വെളിവാക്കപ്പെട്ട് കഴിഞ്ഞു. എന്താണ് ഉദ്ദേശം എന്നുള്ളത് വെളിവാക്കപ്പെട്ട് കഴിഞ്ഞു. ശ്രീ എ കെ അനുരാജ്, വർദ്ധിപ്പിച്ചിട്ട് പുരുഷന്മാരുടെ സീറ്റുകൾ നിലനിർത്തിയിട്ട് എക്സ്ട്രാ വരുന്ന സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുക്കുക എന്നുള്ള തന്ത്രമാണ് ഇവർ പയറ്റുന്നത്. അല്ലാതെ ഈ രീതിയിൽ നടപ്പാക്കണമെന്നുള്ള സതുദ്ദേശപരമായിട്ടൊന്നല്ല പ്രതിപക്ഷ പാർട്ടികൾ നിലപാടെടുത്തിട്ടുള്ളത്. ഇത് അതുകൊണ്ടാണ് ഇത്രയും കാലം ഈ 2023 മുതൽ ഇങ്ങോട്ട് ഭരണത്ത് വെച്ചിരുന്നതും ഇനി അധിക സീറ്റുണ്ടെങ്കിൽ മാത്രമേ സ്ത്രീ പ്രാതിനിധ്യം നടപ്പിലാവുകയുള്ളൂ എന്ന് സ്വപ്നം കാണുകയും ചെയ്യുന്നത്. അതിനെയും ബഹുമാനിക്കുന്നു. പോരെ, അതിനെയും ബഹുമാനിക്കുന്നു. അടുത്ത ഷിബു മീരാൻ, ഈ ബില്ല് പാർലമെന്റിലേക്ക് ഭരണപക്ഷം കൊണ്ടുവരുന്നത് അവിടെ വിജയിക്കുമെന്നു കരുതിയിട്ടല്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റെന്തോ മാസ്റ്റർ പ്ലാൻ പ്രാവർത്തികമാക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതാണ് ഇപ്പോൾ കാണുന്ന ഈ യുദ്ധപ്രഖ്യാപനവും ദേശവ്യാപകമായ സമരവും മറ്റ് പലതരത്തിലുള്ള ചിന്തകളും ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ. അതെന്താണ് എന്നുള്ളതാണ് ആകാംക്ഷ. അല്ലാതെ പ്രതിപക്ഷം ഈ ബില്ല് അവതരിപ്പിച്ച് നടക്കുന്ന ചർച്ചയ്ക്ക് വശംവദരായി ബില്ല് പാസ്സാക്കി കളയും, പ്രത്യേകിച്ചും ഡീലിമിറ്റേഷനും ഈ സ്ത്രീ പ്രാതിനിധ്യവും ക്ലബ് ചെയ്ത് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അത് പാസ്സാക്കാൻ സമ്മതിച്ചു കളയും, ഒപ്പം ചേർന്ന് നിന്നു കളയുമെന്ന് BJP പ്രതീക്ഷിക്കുന്നില്ല. അത്രമേൽ നിഷ്കളങ്കത പ്രതിപക്ഷത്തിനുമില്ലല്ലോ, അല്ലേ? തീർച്ചയായും ഇതിനെ ചുറ്റിപ്പറ്റി ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ഉണ്ടാകുന്നതിനെ കുറിച്ചോ ഇനിയിപ്പോ 8:30 ഈ വിഷയത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ത് പറയുന്നതിനെ കുറിച്ച് ഇവിടെ ഒരു പ്രശ്നമില്ല. ഞാൻ പറയുന്നത് മോദിയുടെ പ്രസംഗത്തെ അല്ല നമ്മൾ ഭയക്കുന്നത്. നമ്മൾ പ്രസംഗത്തെ എന്തുകൊണ്ടാണ് ഭയക്കുന്നത്? മൂപ്പര് ഇങ്ങനെ 8:30 പ്രസംഗിച്ചപ്പോഴൊക്കെ നമ്മുടെ ചില അനുഭവങ്ങൾ, ഇപ്പം 947 ഓഗസ്റ്റ് 15 ഒരു മനുഷ്യൻ ലോകം മുഴുവൻ കണ്ണടച്ചുറങ്ങുമ്പോൾ നടത്തിയൊരു പ്രസംഗം, അതാ ലോകം മുഴുവൻ കേട്ടു. ഇപ്പോഴും ചരിത്ര വിദ്യാർത്ഥികളുടെ കാതുകളിൽ ആവേശമായിട്ട് പ്രസംഗം മുഴങ്ങുന്നുണ്ട്. എന്നാൽ 2016 നവംബർ മാസത്തിൽ വന്നത് നോട്ട് നിരോധിക്കാനായിരുന്നു. 2020 മാർച്ച് മാസത്തിൽ വന്നത് ജനസംഖ്യയുടെ ഏതാണ്ട് 1/3 സ്വന്തം നാട്ടിൽ നിന്ന് ദൂരദിക്കുകളിൽ പോയി പിന്നെ ജോലി ചെയ്യുന്ന ഒരു രാജ്യം ഞാൻ അടച്ചുപൂട്ടിയിരിക്കുന്നു, നിങ്ങൾ എവിടെയാണ് അവിടെ തന്നെ തുടരുക എന്ന് പ്രഖ്യാപിക്കുന്നു. പിറ്റേ ദിവസം കൊറോണയെ ഓടിക്കാൻ പാത്രം മുട്ടിക്കും എന്ന് പറയാനായിരുന്നു. അതുപോലത്തെ കൊലച്ചതികളാവാതിരുന്നാൽ മതി. ഇതിനെപ്പറ്റി ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ഉണ്ടാവുന്നതിൽ ഇവിടെ ആർക്കും ഒരു പേടിയില്ല. ഇനി ഇവിടെ ഈ ഡീലിമിറ്റേഷന്റെ വിഷയത്തിൽ മാധു എന്നെ ഒന്ന് സ്പെസിഫിക് 1-2 കാര്യങ്ങൾ ചോദിച്ചു. ഞാനെന്തോ ഡീലിമിറ്റേഷൻ എതിരാണ് എന്ന മട്ടിൽ പറയുന്നു. ഞങ്ങളെന്തോ പ്രാദേശിക പാർട്ടികളാണ്. ഞങ്ങൾ പ്രാദേശിക പാർട്ടികൾ തന്നെയാണ്. പക്ഷെ ഇന്നലെ ആ ചർച്ച ഞാൻ പൂർണ്ണമായും കണ്ടിട്ടില്ല. അമിത്ഷാ 7 മണിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം പൂർണ്ണമായും ഇരുന്ന് കേട്ട ഒരാളാണ് ഞാൻ. ആ ഘട്ടത്തിൽ ഇവിടെ അഭിലാഷ് സാർ പോലും സൂചിപ്പിച്ചു, സന്തോഷ് കുമാർ MP പറഞ്ഞു, ഇതിൽ റിട്ടൺ ആയിട്ട് എവിടെയും ഈ 50% വർധനവിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? ഇത് ചോദിക്കുന്നത് KC വേണുഗോപാലാണ്. അപ്പൊ ഒരു ഡിബേറ്റിന്റെ സ്വഭാവത്തിലാണ്. KC വേണുഗോപാല ചോദ്യം ചോദിച്ചിരുന്നു. അമിത്ഷാ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പറയണം, മുझे 1 घंटा टाइम दे दो ना, मैं अभी मेरे ऑफिस से अमेंडमेंट लाता हूं और ഫോട്ടോസ്റ്റാറ്റ് ബനാ കെ ആപ് സബ്കോ ദേത്താ ഹൂം. എനിക്ക് 1 മണിക്കൂർ സമയം എന്താ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം, എന്നിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 50% ഉറപ്പ്. അങ്ങനെയൊന്നും സാധിക്കില്ലെന്ന് ഈ പറയുന്ന അമിത്ഷായ്ക്കും അറിയാം, എല്ലാവർക്കും. എന്ന് പറഞ്ഞാൽ മൂപ്പര് പറയുന്ന ഒരു വാക്കാണ്. ഇതങ്ങോട്ട് 3/2 മെജോറിറ്റിയിൽ പാസ്സാക്കി എടുത്താൽ ഈ വാക്കിന് പഴയ ചാക്കിന്റെ വിലയില്ലെന്നും ഇങ്ങനെയൊന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട് എന്നീ സാക്ഷാൽ ചാണക്യനെ ബോധ്യപ്പെടുത്താൻ ഈ രാജ്യത്തെ 150 കോടി ജനങ്ങൾ ഇനിയുള്ള ആയുസ് മുഴുവൻ ഒറ്റക്കാലിൽ തപസ് ചെയ്യാനും കഴിയില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ ചതിക്കുഴി മനസ്സിലാക്കി ഇന്നലെ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് അതിനെ എതിർക്കേണ്ടി വരുന്നത്. ഈ ഭീഷണി ഞാൻ പിന്നെ അഭിലാഷ് അദ്ദേഹത്തോട് യോജിക്കുകയാണ്. താൽക്കാലികമായി നമ്മൾ അവധിക്ക് വെച്ചത് മാത്രമാണ്. ഈ ഭീഷണി 2031 വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വന്നേക്കാം. അത് ഈ ഭീഷണി മാത്രം. ഇപ്പം ജനസംഖ്യാനുപാതികമായി ഇത് വീതം വെച്ചാൽ ഇതെന്തുകൊണ്ടാണ് കേരളത്തിന് കുറയുന്നത്, തമിഴ്നാടിന് കുറയുന്നത്, ഉത്തർപ്രദേശ്? അതിന്റെ ഒരു കാരണമുണ്ട്. ജിയോഗ്രഫിക്കലായി വലിയ വ്യത്യാസത്തിനപ്പുറത്ത് ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയ സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ. അതിന്റെ പിഴയൊടുക്കേണ്ടി വരുമ്പോൾ ഈ ഫെഡറൽ സിസ്റ്റത്തെ തകർക്കാതിരിക്കാനുള്ള ആലോചനകളിൽ അദ്ദേഹം അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോളം വിദഗ്ധനല്ല, പക്ഷെ അവരുടെ സെനറ്റിൽ വലുപ്പത്തിനോ ജനസംഖ്യക്കോ പരിഗണന ഇല്ലാതെ 2 പേരെ അനുവദിക്കുന്ന ഒരു ബാലൻസിംഗ് സിസ്റ്റം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ എന്തിലെങ്കിലും ഈ രാജ്യത്തിന് പോയാൽ മതിയോ? കാരണം ഇപ്പൊ ഈ രാജ്യത്തിന്റെ അധികാരം കൈയാളുന്നവർ ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ കണ്ടല്ലോ. മാധുവിന്റെ അഭിപ്രായം പറയുന്നു. എന്നാൽ മാധു ശ്രീവഴി ഇത് തന്നെയല്ലേ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത്? നമ്മൾ BJP വിമർശിക്കുമ്പോൾ വി ആർ നോട്ട് അറ്റാക്കിംഗ് ദ പീപ്പിൾസ് ഓഫ് ഇന്ത്യ, വി ആർ നോട്ട് അറ്റാക്കിംഗ് ദ ആംഡ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ? വി ആർ അറ്റാക്കിംഗ് ജസ്റ്റ് യു. നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടി മാത്രമാണ്, രാജ്യത്തൊരു ഓർഗനൈസേഷൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ജനങ്ങളുടെ മാൻഡേറ്റ് ഇട്ട് ഭരിക്കാൻ. നിങ്ങളല്ല ഈ രാജ്യം, നിങ്ങളല്ല ഈ രാജ്യത്തെ സ്ത്രീകൾ. നിങ്ങളെന്ന് വെച്ചാൽ ആ പാർട്ടിയിൽ നിൽക്കുന്നവരും അതിനെ ന്യായീകരിക്കുന്നവരുമല്ല. ഈ രാജ്യം എന്ന ബോധ്യം ഉണ്ടാവുന്ന ഭരണാധികാരികൾ വരെ ഇതിന്റെ അപകടത്തെ അഡ്രസ് ചെയ്തുകൊണ്ടല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾക്ക് പോവാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതിന്റെ അടിസ്ഥാനത്തിൽ വന്നാൽ ഇപ്പൊ പറഞ്ഞല്ലോ, കേരളത്തിന് 20 തന്നെ ഉണ്ടാവണമെന്നില്ല, കുറഞ്ഞേക്കാം. UPക്ക് ചിലപ്പോൾ 100-130 ആയേക്കാം. ഇങ്ങനെ ഇംബാലൻസ്ഡ് ആയ ഒരു അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ
എറിഞ്ഞു കൊടുക്കുന്ന തൽക്കാലത്തേക്ക് നമ്മൾ രക്ഷപ്പെട്ടു എന്ന ആശ്വാസം നമുക്കുള്ളൂ. ആത്യന്തികമായി രക്ഷപ്പെടും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്റെ പൊളിറ്റിക്കൽ നിലപാട് അതാണ്. 2029 ഈ രാജ്യത്തെ ഇന്ത്യയെ ഒന്നായി കാണുന്ന, ഞങ്ങളാണ് രാജ്യം, ഞങ്ങളാണ് പട്ടാളം, ഞങ്ങളാണ് സ്ത്രീകൾ എന്ന് അവകാശപ്പെടാത്ത ഒരു മതനിരപേക്ഷ ഭരണകൂടം ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന അന്നേ ആത്യന്തികമായി വെല്ലുവിളിക്കുന്ന രാജ്യത്തിന്റെ രക്ഷയുള്ളൂ. ഇത് മാത്രമല്ല, ശ്രീ എം ആർ അഭിലാഷ് അങ്ങ് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, കൈ ഉയർത്തുന്നത് കാണുകയും ചെയ്തു. അതിനൊപ്പം ചർച്ചപ്പെടുന്ന ഒരു കാര്യം, ഒറ്റ തെരഞ്ഞെടുപ്പിലേക്കാണോ ഇതെല്ലാം എന്നുള്ളത് കൂടെയാണ്. പറയൂ. മാധു ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് 3 തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന്, അഡ്വക്കേറ്റ് ശ്രീ ഷിബു മീരാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ അമേരിക്കൻ സെനറ്റ്, അമേരിക്കയിൽ 2 സഭകളുണ്ട്, ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും സെനറ്റും. സെനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യസഭയ്ക്ക് തുല്യമാണ്. ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ ഓരോ സംസ്ഥാനത്തിനും അവരവരുടെ പോപ്പുലേഷൻ പ്രകാരമാണ് പ്രാതിനിധ്യം തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 435 അംഗമുള്ള ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ നമുക്ക് ചില സംസ്ഥാനങ്ങൾ, കാലിഫോർണിയയ്ക്ക് 52 സീറ്റുകളാണുള്ളത്, അലബാമയ്ക്ക് 7 സീറ്റുകളേ ഉള്ളൂ. ഓരോ തവണ സെൻസസ് നടക്കുമ്പോഴും അവരത് റിവൈസ് ചെയ്യും, അത് കൂടിയും കുറഞ്ഞും ഇരിക്കും. സെനറ്റിന് പകരമാണ് നമ്മുടെ രാജ്യസഭ. പക്ഷെ നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാതാക്കൾ ബോധപൂർവം അതുപോലെ ആകരുത്, ഇവിടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വേണമെന്ന് തീരുമാനിച്ചു. പക്ഷെ അത് ഫൗണ്ടേഷണലാണ്. അതായത് ജനസംഖ്യ കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും സംസ്ഥാനങ്ങളുടെ രാജ്യസഭയിലെ പ്രാതിനിധ്യം മാറില്ല. മൗലികമായിട്ട് പോപ്പുലേഷൻ ആയിരുന്നു. അങ്ങ് പറഞ്ഞതിനകത്തൊരു തെറ്റ് വന്നു. പിന്നെ രണ്ടാമതായിട്ട് ബഹുമാനപ്പെട്ട MP ചൂണ്ടിക്കാട്ടിയതിനകത്തൊരു പ്രശ്നമുള്ളത്, ഈ ഡീലിമിറ്റേഷൻ വഴി ലോക്സഭയുടെ അംഗസംഖ്യ കൂട്ടുന്നത് ആദ്യമായിട്ടല്ല. 7ാമത്തെ ഭരണഘടനാ ഭേദഗതി 1956ലെയും പിന്നീട് 31ാമത്തെ ഭരണഘടനാ ഭേദഗതി 73ലെയും അംഗസംഖ്യ കൂട്ടിയിട്ടുണ്ട് ലോക്സഭയുടെ. അതിനകത്ത് ഓരോ തവണയും ഡീലിമിറ്റേഷൻ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ക്ലോസ് 8, അതെനിക്കും ആശങ്ക പ്രഥമദൃഷ്ടിയാ തോന്നിയെങ്കിലും 1972 ഡീലിമിറ്റേഷൻ ആക്ടിലും ഇതേ ക്ലോസ് ഉണ്ട്. നിയമത്തിൽ സെയിം പ്രൊവിഷൻ. ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ ക്ലോസ് 8 ഞാൻ 8 ഉണ്ട്, എന്റെ മുമ്പിൽ 8 ഇരിപ്പുണ്ട്. എന്റെ മുമ്പിൽ 8 ഇരിപ്പുണ്ട്. സെയിം പ്രൊവിഷൻ ആണ്. അത് കൊണ്ടുവന്നാലും ഭരണഘടനാ ഭേദഗതി ഇല്ലാതെ അത് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല. ഡിറ്റർമിനേഷന്റെ പ്രോസസ്സ് ഈ 8 തന്നെയാണ്. ആ 8ഉം 2 നിയമവും എന്റെ മുമ്പിലുണ്ട്. അങ്ങേക്ക് പിന്നീട് ശ്രദ്ധിക്കാം. പിന്നീട് ഇതിനകത്ത് രാഷ്ട്രീയത്തിനെ ഒന്നും ഞാൻ നിരാകരിക്കുന്നില്ല. പൊളിറ്റിക്കലി BJPക്ക് ഗുണം ചെയ്യും, അവർക്ക് അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യമുണ്ട്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ ഡീലിമിറ്റേഷനെയും സ്ത്രീ സംവരണവും കൂട്ടിക്കെട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 106ാമത്തെ ഭേദഗതി ബില്ലിനകത്ത് ഈ പ്രൊവിഷനകത്ത് പറയുന്നുണ്ട്, സ്ത്രീ സംവരണം നടപ്പിലാക്കപ്പെടുന്നത് എപ്പോഴാണ്? അടുത്ത സെൻസസിന് ശേഷം, ഡീലിമിറ്റേഷന് ശേഷമാണ് ഇത് നടപ്പിലാക്കപ്പെടുന്നത്. അപ്പൊ ഡീലിമിറ്റേഷൻ ഇല്ലാതെ ഇത് നടപ്പിലാക്കപ്പെടുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഇവര് പെട്ടെന്ന് തിടുക്കപ്പെട്ടു കൊണ്ടുവരുന്നതിന്റെ രാഷ്ട്രീയത്തെ പാർലമെന്റ് ചോദ്യം ചെയ്തു. പാർലമെന്റ് ഭരണഘടനാ ഭേദഗതി ബില്ല് നിരാകരിച്ചു. അത് സത്യമാണ്. പാനലിസ്റ്റുകൾക്ക് പ്രേക്ഷകർക്ക് നമ്മുടെ സമയം പൂർണ്ണമായും പൂർത്തിയായതുകൊണ്ടാണ് മറ്റു കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ. ഡിബേറ്റ് വിത്ത് മാധു സജി.